ആട് 3 ഒരു ടൈം ട്രാവൽ സിനിമയാണെന്ന് നിങ്ങൾക്കറിയാം. ആദ്യ പാർട്ടുകളിൽ നീലക്കൊടിവേലിയും കമ്മട്ടവും ഒക്കെയാണ് താരം. എന്നാൽ ആട് 3യിലേക്ക് വരുമ്പോൾ മറ്റൊരു അമൂല്യ നിധിയാണ്. ഇതെന്താണ് സാധനം? ഇതിനെ തേടി ആരൊക്കെയാണ് നടക്കുന്നത്? ഈ അമൂല്യ വസ്തുവിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി വരുന്ന കുറെ ആളുകൾ. ഇത് പലരുടെയും കയ്യിലൂടെ മറിഞ്ഞു പോകുന്നു. അവസാനം എന്ത് സംഭവിക്കുന്നു? ആരൊക്കെ ജീവിച്ചിരിക്കും, ആരൊക്കെ മരിക്കും? ഈ ഷാജിപ്പാപ്പൻ എങ്ങനെ രാജാവായി മാറി? ഡ്യൂഡ് എങ്ങനെ അസംഖാനായി മാറി? ഏതും പോരാതെ നമ്മുടെ അബു എങ്ങനെ കോമക്കുറുപ്പായി മാറി? ഒന്നും പിടികിട്ടുന്നില്ലല്ലേ? എന്നാൽ നമുക്ക് ഈ കഥയൊന്ന് കേട്ട് നോക്കാം. 1370-ലെ ബാബയുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയും കാണിച്ചാണ് കഥ തുടങ്ങുന്നത്. അപ്പോഴേക്ക് ലോകം മൊത്തത്തിൽ ദി ഓർഗനൈസേഷൻ എന്ന ഏകാധിപത്യ ഭരണകൂടത്തിന്റെ കീഴിലേക്ക് വന്നിരുന്നു. ഇവർ ഈ ലോകത്തെ മുഴുവൻ ചൂഷണം ചെയ്തു. അവരുടെ ഭരണകൂടം എന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് സ്റ്റാർ ഡസ്റ്റ് എന്ന ഒരു അമൂല്യ സാധനം ആവശ്യമായിരുന്നു. ഈ വസ്തു എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ അവർ പല കരുക്കളും നീക്കുകയാണ്. സ്റ്റാർ ഡസ്റ്റിന് ടൈം ലൈൻ ഒക്കെ മാറ്റാനും തിരുത്താനും കഴിവുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ സ്റ്റാർ ഡസ്റ്റ് ഒരിക്കലും ഓർഗനൈസേഷന്റെ കയ്യിൽ കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന വേറെ ഒരു കൂട്ടർ ഉണ്ടായിരുന്നു. അതാണ് ഈ ബാബയുടെ ടീം. ഈ ബാബയും കൂട്ടരും കണ്ടുപിടിക്കുന്നത് ഈ ലോകത്തിലെ സമയം എല്ലായിടത്തും ഒരുപോലെയല്ല എന്നതാണ്. അതായത് 2370-ഉം 2026-ഉം അതിനു മുമ്പുള്ള വർഷങ്ങളൊക്കെ ഒരേ നേർരേഖയിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് ഇവർ കണ്ടുപിടിക്കുന്നത്. ഏതെങ്കിലും ഒരു ടൈം ലൈനിൽ മാറ്റം വരുത്തിയാൽ അത് ബാക്കിയുള്ള ടൈം ലൈനിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് പഴയ കാലത്തേക്ക് പോയി ഓർഗനൈസേഷൻ കണ്ടുപിടിക്കാൻ നടക്കുന്ന ആ സ്റ്റാർ ഡസ്റ്റ് അവർക്ക് കിട്ടാതെ തടയുക എന്നതാണ് ബാബയും കൂട്ടരും കണ്ടുപിടിക്കുന്ന ഏകമാർഗം. എന്നാൽ ഇത് ബാബയുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. ഷാജിപ്പാപ്പനും പിള്ളേരും എന്താണ് തീരുമാനിക്കുന്നത് എന്നതനുസരിച്ചിരിക്കും ഇനി ലോകത്തിന്റെ തന്നെ ഫ്യൂച്ചർ. എന്താലേ? പക്ഷെ ഇതൊന്നും ഷാജിപ്പാപ്പൻ അറിയുന്നില്ല കേട്ടോ. ഇനി കഥ അവിടുന്ന് മാറി 2026. ഇവിടെ നമുക്ക് നമ്മുടെ പാപ്പനെയും പിള്ളേരെയും ഒക്കെ കാണാം. സിനിമയുടെ സെക്കൻഡ് പാർട്ടിൽ ഷാജിപ്പാപ്പനും ടീമും ചെകുത്താൻ ലാസറിന്റെ ടീമിനെ ഇടിച്ചു തോൽപ്പിച്ചിട്ട് കുറെ ഡോളർ അവർ ഒപ്പിച്ചായിരുന്നല്ലോ. ആ ഡോളറൊക്കെ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റാൻ വേണ്ടി അവർ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി പാസ്പോർട്ടിന് അപേക്ഷിച്ചായിരുന്നു. പക്ഷെ 10ാം ക്ലാസ് പാസ്സാവാത്തതുകൊണ്ട് പാവം ക്ലീറ്റസിന് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ക്യാപ്റ്റൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് റേച്ചൽ ക്ലീറ്റസിനോട് ഒരു കാര്യം പറയുന്നത്. ട്രംപ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വരുന്നുണ്ടെന്നും അവിടെ പോയാ ഒരുപക്ഷെ ഡോളർ മാറ്റിയെടുക്കാൻ പറ്റുമെന്നും അവൾ പറയുന്നു. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായ ഐ ആം എ ടൂറിസ്റ്റർ എന്ന് പറഞ്ഞാൽ മതി, അവര് വെറുതെ വിടും എന്നാണ് റേച്ചൽ ക്യാപ്റ്റനോട് പറയുന്നത്. ഇത് കേട്ടിട്ട് ക്ലീറ്റസ് ഒരു കത്തും എഴുതി വെച്ച് ഡോളറും എടുത്ത് നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടു. പക്ഷെ അവിടെ ചെന്നപ്പോ പോലീസുകാര് ക്ലീറ്റസിനെ തടഞ്ഞു. അവൻ കാര്യം പറഞ്ഞപ്പോ അവർ ആ നോട്ട് വാങ്ങിച്ച് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോഴാണ് സത്യം മനസ്സിലാകുന്നത്. അവരുടെ കയ്യിലുള്ള ഡോളർ ഒറിജിനൽ അല്ല, കള്ളനോട്ടുകളായിരുന്നു. അവരകത്തേക്ക് കടത്തിവിടാതെ വന്നപ്പോ ക്ലീറ്റസ് ആ വജ്രായുധം പ്രയോഗിച്ചു. റേച്ചൽ പറഞ്ഞേക്കുന്നത് ടൂറിസ്റ്റ് ആണെന്ന് പറയാനല്ലേ, പക്ഷെ അവൻ പറഞ്ഞത് ഐ ആം എ ടെററിസ്റ്റ് എന്നായിപ്പോയി. അത് കേട്ടതോടുകൂടി പോലീസുകാരെല്ലാം ക്ലീറ്റസിനെ വളഞ്ഞു. ക്ലീറ്റസിനെ പോലീസ് പിടിച്ചെന്ന് മനസ്സിലായപ്പോ പാപ്പനും പിള്ളേരും ഈ പോലീസ് വരുന്ന വഴിയെല്ലാം ബ്ലോക്ക് ചെയ്ത് കുറെ പടക്കമൊക്കെ പൊട്ടിച്ച് എങ്ങനെയൊക്കെയോ തമിഴ് പോലീസിന്റെ കയ്യിൽ നിന്ന് ക്ലീറ്റസിനെ രക്ഷിച്ചു കൊണ്ടുവരികയാണ്. ഇങ്ങനെ പോകുന്ന വഴിയിൽ ആകാശത്ത് നിന്ന് കുറെ അമ്പുകൾ വന്ന് ഷാജിപ്പാപ്പന്റെ മേത്തേക്ക് വീഴുന്നതായിട്ട് അയാൾക്ക് തോന്നുന്നു. ഇത് കണ്ട് പേടിച്ച ഷാജിപ്പാപ്പൻ തെന്നിയടിച്ച് ആ റോട്ടിൽ വീഴും. ആ വീഴ്ചയിൽ ഓരോ സ്വപ്നം പോലെ ഷാജിപ്പാപ്പന് തോന്നുകയാണ്. ഒരു യുദ്ധഭൂമിയും യുദ്ധവും വാൾപ്പയറ്റും ഒക്കെയാണ് സ്വപ്നം കാണുന്നത്. എന്നാൽ ആ സ്വപ്നത്തിൽ നിന്ന് പാപ്പനെ എണീപ്പിക്കുന്നത് പോലീസാണ്. ക്യാപ്റ്റനും കൂടെയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പോലീസിനെ കണ്ടപ്പോ ഓടി. സ്വാഭാവികം. ഇവരെ രണ്ടുപേരെയും അങ്ങനെ പോലീസ് പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. പാപ്പനെയും ക്ലീറ്റസിനെയും കോടതിയിൽ കൊണ്ടുപോയപ്പോ കോടതിക്കും തമിഴ്നാട് പോലീസിനും മനസ്സിലായി ഇവർ കാരണം കേരള പോലീസ് പോലും ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് കേസ് മുന്നോട്ട് വെച്ച് പോയാൽ ഇവർ കാരണം കൂടുതൽ ബുദ്ധിമുട്ടുകളെ ഇനി ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കിയ തമിഴ്നാട് കോടതി അവരെ വെറുതെ വിടുന്നു. മറ്റൊരു സ്ഥലത്ത് മൈക്കിൾ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ സ്റ്റേറ്റ് പുരാവസ്തു വകുപ്പിൽ സൂക്ഷിച്ചിരുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് 1790 കാലഘട്ടത്തിൽ പണിത നാഗത്താൻ പാലത്തിന്റെ ചിത്രം ഒരു ബുക്കിൽ നിന്ന് കീറിയെടുത്തുകൊണ്ട് പോവുകയാണ്. ഈ മൈക്കിൾ സാത്താൻ സേവിയറിന്റെ കസിനായിരുന്നു. ആട് സിനിമയുടെ സെക്കൻഡ് പാർട്ട് കണ്ടവർക്കറിയാം, നോട്ട് നിരോധത്തിന്റെ പ്രശ്നങ്ങൾ കാരണം സാത്താൻ സേവിയറിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചായിരുന്നു. അതിന്റെ കൂടെ അയാൾക്ക് വേറെയും പല നഷ്ടങ്ങൾ പറ്റി. അങ്ങനെ ആകെ ഡിപ്രഷനിലിരിക്കുകയാണ് സാത്താൻ സേവിയർ. അപ്പോൾ മൈക്കിൾ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, ആ പേപ്പർ ഒന്ന് നോക്കാൻ, നീ അന്വേഷിക്കുന്ന ചില നിധികൾ ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടാകുമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ അവസാനം ആ പേപ്പർ കയ്യിലെത്തിയതോടെ സേവിയർ തന്റെ വിഷമത്തിൽ നിന്നൊക്കെ മാറി പേപ്പർ എടുത്ത് നോക്കുന്നു. അവിടുന്ന് വീണ്ടും കഥ മാറി 1790 പത്മനാഭ രാജാവിന്റെ നാട്ടുരാജ്യമായിരുന്നു ആ സ്ഥലം. വറീദ് മാപ്പിള എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് ഈ പാലം പണിതുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ആളുകളുടെയൊക്കെ പൂർവികരുടെ കഥകളാണ് 1790കളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഷമീർ ആണ് ആ കാലത്തെ വറീദ്. അന്നത്തെ രാജാവായ പത്മനാഭനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജനറലായ വാൾട്ടർ ജോസഫും ചേർന്നിട്ടാണ് ഈ പാലം പണിതത്. ഷാജിപ്പാപ്പന്റെ പൂർവികനാണ് 1790ലെ ഈ പത്മനാഭ രാജാവ്. വാൾട്ടർ ജോസഫ് ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പാലം പണിയാനുള്ള പൈസയിൽ പകുതിയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാൾട്ടർ ജോസഫ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ പത്മനാഭ രാജാവിന്റെ ഷെയർ ഇതുവരെ കിട്ടിയിട്ടില്ല. രാജാവ് എങ്ങനെയാണ് ഈ കാശ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ കച്ചവടക്കാരിൽ നിന്നൊക്കെ നികുതി പിരിച്ചിട്ടാണ്. പക്ഷേ ഈ നികുതി പിരിക്കാൻ പോയ രാജാവിന്റെ വിശ്വസ്തനായ നാരായണനെ കച്ചവടക്കാര് ചേർന്ന് അപമാനിച്ചു വിട്ടു. അവരാരും നികുതി തരില്ല എന്ന് അവർ തീർത്തു പറഞ്ഞു. ഈ നാരായണനെ അപമാനിച്ചു വിട്ടത് മെയിൻ കച്ചവടക്കാരനായ വലിയ കേളുവാണ്. അങ്ങനെ നികുതി കൊടുക്കാത്തതിന്റെ പേരിൽ അവിടെ ഒരു വലിയ വിചാരണ നടക്കുന്നു. കൊട്ടാരത്തിന്റെ
കൊട്ടാരത്തിന്റെ മുന്നിലാണ് ഈ സംഭവം. കൊട്ടാരത്തിനും പത്മനാഭ രാജാവിനും പഴയ പ്രൗഢിയൊന്നും ഇപ്പോഴില്ല. അതുകൊണ്ട് ആളുകൾക്കൊന്നും രാജാവിനോട് തീരെ മതിപ്പുമില്ല. കൊട്ടാരത്തിൽ ഒട്ടും കാശൊന്നുമില്ല എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് എന്ന് കേളു പറയുന്നു. ദേഷ്യം സഹിക്കാനാവാതെ മഹാരാജാവ് ഉറുമിയെടുത്ത് വീശുന്നു. വലിയ കേളുവിന്റെ തല ഞാൻ വെട്ടു എന്ന് പറഞ്ഞാണ് അയാൾ ചാടി ഇറങ്ങിയതെങ്കിലും ഉറുമി ചെന്ന് കൊള്ളുന്നത് മുകളിൽ തൂക്കിയിരുന്ന ഏതോ ഒരു വസ്തുവിലാണ്. അങ്ങനെ അത് മുറിഞ്ഞ് മഹാരാജാവിന്റെ നടുവിലേക്ക് വീഴും. അങ്ങനെ നടുവിന്റെ പണി തീർന്നു. അങ്ങനെ കൊട്ടാരം വൈദ്യം നോക്കിയിട്ട് അത് ശരിയാക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് രാജാവിന്റെ സാരഥിയായ കോരനോട് വലിയ വൈദ്യനായ കൈമളിനെ കൂട്ടിക്കൊണ്ടുവരാൻ രാജാവ് പറയുന്നു. ഈ രാജാവിന്റെ സാരഥി രാജാവിന്റെ ഭാര്യയായ മഹാറാണിയോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ജന്മം മാറിയാലും കോരന്റെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല. കയ്യിലൊട്ടും കാശില്ലാത്തത് കൊണ്ടും കച്ചവടക്കാർ നികുതി കൊടുക്കാത്തത് കൊണ്ടും രാജാവ് പടത്തലവനെ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു. രാജാവിന്റെ പടത്തലവൻ കുറുപ്പ് എന്നൊരാളാണ്. കക്ഷി നമ്മുടെ അബുവിന്റെ പഴയ ജന്മമാണ്. പക്ഷെ നികുതി പിരിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രശ്നം രാജാവിനെ തേടി വരുന്നുണ്ട് എന്ന് കുറുപ്പിന് മനസ്സിലായി. ടിപ്പു സുൽത്താന്റെ പടനായകനായ അസം ഖാൻ എല്ലാ നാട്ടുരാജ്യങ്ങളും കീഴടക്കി അവസാനം പത്മനാഭ രാജാവിന്റെ നാട് പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് അസം ഖാൻ ഇങ്ങോട്ട് വരുന്നത്. അസം ഖാൻ ഇപ്പോഴത്തെ ഡൂഡിന്റെ പഴയ ജന്മമാണ്. അസം ഖാന്റെ സൈന്യത്തെ കണ്ട് പേടിച്ചു നിൽക്കുന്ന കുറുപ്പിനെയും കാണിച്ചുകൊണ്ട് ആ സീൻ അവിടുന്ന് മാറുകയാണ്. നമ്മൾ വീണ്ടും വരുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്കാണ്. അവിടെ പി ശശിയെ കാണാൻ വേണ്ടി സാത്താൻ സേവ്യർ വരുന്നു. താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തന്നാൽ ധാരാളം രത്നങ്ങൾ അയാൾ പി ശശിക്ക് കൊടുക്കാമെന്ന് ഏൽക്കുന്നു. മാത്രമല്ല പി ശശിക്ക് ഈ കാര്യങ്ങളെല്ലാം പണമാക്കി മാറ്റി നാടിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ പി ശശിയും സാത്താൻ സേവ്യറും തമ്മിലുള്ള ഉടമ്പടി അവിടെ ഡീലാകുകയാണ്. എന്നാൽ സാത്താൻ സേവ്യർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പി ശശിക്ക് നടത്തിയെടുക്കണമെങ്കിൽ കടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ കൂടി വേണം. അതിനുവേണ്ടി ആശാൻ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ സർബത്ത് ഷമീറിനെയാണ്. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആശാൻ ഷമീറിനെ ഏൽപ്പിക്കുന്നു. ഇപ്പോ ഇവിടെ പാപ്പനെ കാണാൻ വേണ്ടി പാപ്പന്റെ അമ്മയും സ്റ്റെല്ലയും വന്നിട്ടുണ്ട്. സ്റ്റെല്ലയ്ക്ക് പാപ്പനെ ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പാപ്പൻ ഒരു ഉറപ്പും പറയാത്തതുകൊണ്ട് ഇപ്പോ വേറൊരാളുമായിട്ട് സ്റ്റെല്ലയുടെ കല്യാണം വീട്ടുകാർ ഉറപ്പിച്ചു. ഇത് കേട്ടപ്പോ പാപ്പൻ ആകെ വിഷമമായി. ആ വിഷമത്തിൽ അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ ആ കെട്ടിപ്പിടുത്തതിന് പിന്നിൽ വേറൊരു പ്ലാൻ ഉണ്ട്. പാപ്പൻ അമ്മയുടെ കഴുത്തിലെ സ്വർണ്ണമാല അടിച്ചു മാറ്റി. ഇത് മനസ്സിലാക്കിയ അമ്മ അവന്റെ മുഖത്തിനൊന്ന് പൊട്ടിച്ചു. അങ്ങനെ ആ മാലയും തിരികെ വാങ്ങി അമ്മ അവിടുന്ന് പോവുകയാണ്. അതോടെ കൂടെയുള്ള എല്ലാരും പറയുന്നുണ്ട് പാപ്പന്റെ സമയം തീരെ മോശമാണ്, എത്രയും പെട്ടെന്ന് ഒരു മന്ത്രവാദിയെ കാണണം. അങ്ങനെ അവസാനം അവര് ആ മന്ത്രവാദിയുടെ മുമ്പിലെത്തി. അയാള് പാപ്പനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രാജാവിനെ പോലെ കുതിരപ്പുറത്ത് കയറി പോരാടും. നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാം മരിക്കും, എങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടി ജയിക്കും. കാരണം എല്ലാ ജന്മത്തിലും ജയം നിങ്ങൾക്ക് അനിവാര്യമാണ്. അങ്ങനെ ഒരു ദർശനം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ എന്ന് അയാൾ ചോദിക്കുന്നു. അപ്പോ പാപ്പൻ ഓർമ്മ വരുന്നുണ്ട് ആകാശത്ത് നിന്ന് അമ്പ് വരുന്നതും വാളെടുത്ത് കുതിരപ്പുറത്ത് പോരാടുന്നതും ഒക്കെ. വരാൻ പോകുന്ന വലിയൊരു പോരാട്ടമാണെന്നും കൂടെയുള്ളവരെല്ലാം മരിക്കുമെന്നും കേട്ടതോടെ കൂടെയുള്ളവരെല്ലാം പേടിച്ചുപോയി. പല വാതിലുകളും തുറക്കാൻ പോവുകയാണെന്നും തനിക്ക് പോരാടാനുള്ള സമയം അടുത്തു വരികയാണെന്നും കൂടി മന്ത്രവാദി ഓർമ്മപ്പെടുത്തി. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ തന്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കുമെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ വീണ്ടും കഥ അവിടുന്ന് മാറി 1790കളിലേക്ക്. കസാൻഡ്ര എന്ന് പറയുന്ന ബ്രിട്ടീഷ് വേട്ടക്കാരി, അതായത് നിധിവേട്ടക്കാരി, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉൽക്കയായി ഭൂമിയിൽ പതിച്ചു എന്ന് ആളുകൾ വിശ്വസിക്കുന്ന സ്റ്റാർ ഡസ്റ്റ് തേടി പത്മനാഭ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. അവര് കടൽമാർഗമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അസം ഖാൻ നാട് ആക്രമിക്കാൻ വരുന്നുവെന്ന് അറിഞ്ഞപ്പോ പത്മനാഭ രാജാവ് അയാളോട് യുദ്ധം ചെയ്യാൻ വാൾട്ടർ ജോസഫിനെ വിളിക്കുന്നു. അപ്പൊ വാൾട്ടർ ജോസഫ് പറയുന്നത് അസം ഖാന്റെ കയ്യില് വലിയ മിസൈലുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അയാളുടെ കൂടെ പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല, നമ്മൾ ഇവിടുന്ന് പാലായനം ചെയ്യുകയാണ് ഏറ്റവും നല്ലത് എന്ന് അയാൾ പറയുന്നു. അങ്ങനെ ഇതിന്റെ കൂടെ കൈമൾ വൈദ്യൻ വന്നിട്ട് രാജാവിനോട് പറയുകയാണ്, ഈ നടുവേദന പെട്ടെന്നൊന്നും മാറില്ല, ഇത് ജന്മങ്ങളോളം നിലനിൽക്കുമെന്ന്. അതാണ് നമ്മുടെ ഷാജിപ്പാപ്പന് ഇപ്പോഴും നടുവേദന മാറാത്തത്. അസം ഖാൻ രാജ്യം ആക്രമിക്കാൻ വരുന്നു എന്നറിഞ്ഞിട്ട് പത്മനാഭ രാജാവിന്റെ നാട്ടിലുള്ള ജനങ്ങളെല്ലാം അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. കൂട്ടത്തിൽ രാജാവിന്റെ കുറെ പടയാളികളും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല രാജാവിന്റെ സൈനികനായ കുറുപ്പും കൂട്ടരും മതം വരെ മാറി അസം ഖാന്റെ കൂടെ ചേരാൻ വേണ്ടി. അല്ലെങ്കിൽ അസം ഖാൻ അവരെ കൊന്നുകളയും എന്നുള്ള പേടിയായിരുന്നു അവർക്ക്. എല്ലാവരും ഇങ്ങനെ നാട് വിട്ടു പോകുന്ന കണ്ടിട്ട് നാഗത്താം പാലം പണിതുകൊണ്ടിരുന്ന വറീദ് രാജാവിനെ കാണാൻ വന്നിട്ട് പറയുകയാണ്, ഇനി പാലം പണിയേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണെന്ന്. എന്നാൽ രാജാവ് പറയുന്നത് പാലം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, എന്തായാലും പണിതേ പറ്റൂ, നിങ്ങൾ പാലം പണി കഴിഞ്ഞിട്ട് പോയാൽ മതി. അസം ഖാൻ എന്തായാലും പാലം പൊളിക്കില്ല, കാരണം അവർക്ക് ഈ നാട്ടിൽ വരണമെങ്കിൽ ആ പാലം ഉണ്ടെങ്കിലേ പറ്റൂ. 2 ദിവസമാണ് പാലം പണി തീർക്കാൻ രാജാവ് വറീദിന് സമയം കൊടുത്തത്. പാലം പണി തീർക്കാനായിട്ടുള്ള ബാക്കി കാശും കൂടെ വേറെ ചില കാര്യങ്ങളും കാര്യസ്ഥന്റെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് രാജാവ് വറീദിനോട് പറയുകയാണ്. അവിടുന്ന് വീണ്ടും കഥ മാറി ഷാജിപ്പാപ്പനിലേക്ക്. ഇവിടെ പി ശശി, അതായത് മണിയാശാൻ, ശശിയാശാൻ മുഖ്യമന്ത്രിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്മനാഭ രാജാവിന്റെ കാലത്ത് ആ നാഗത്താം പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നും അത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്നുമാണ് ആശാൻ പറയുന്നത്. അങ്ങനെ അവസാനം ആശാന് പാലം പൊളിക്കാനുള്ള അനുവാദം കിട്ടുന്നു. ഈ ടൈമിലാണ് ലാറ എന്ന് പറയുന്ന ഒരു ഫോറിൻ ലേഡി ആ നാട്ടിലേക്ക് വരുന്നത്. പത്മനാഭ രാജാവിന്റെ കാലത്ത് നാട്ടുരാജ്യത്തേക്ക് കവർച്ചയ്ക്ക് വന്ന കസാൻഡ്രയുടെ അടുത്ത ജന്മമായിരുന്നു ഈ ലാറ. പുരാവസ്തു വകുപ്പിൽ നിന്ന് മൈക്കിൾ മോഷ്ടിച്ചുകൊണ്ടുപോയ ആ ഗ്രന്ഥത്തിന്റെ പേജ് ഇപ്പൊ ആരുടെ കയ്യിലാണെന്ന് ലാറയ്ക്ക് അറിയണം. അവൾ എന്തോ ഒരു വസ്തു അന്വേഷിച്ചാണ് ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി മൈക്കിളിനെ പിടിച്ചെങ്കിലും ആർക്കൊക്കെയാണ് മൈക്കിൾ അത് കൊടുത്തതെന്ന് അവൻ പറഞ്ഞു.
പറയുന്നില്ല. ദേഷ്യം വന്ന ലാറ മൈക്കിളിനെ അവിടെ വെച്ച് കൊല്ലുന്നു. ഈ സമയം ആശാന്റെ സഹായത്തോടു കൂടി നാഗത്താംപാലം പൊളിക്കാനുള്ള ടെൻഡർ സാത്താൻ സേവ്യർ സ്വന്തമാക്കുന്നു. സേവ്യർ ഈ ടെൻഡർ നേടുന്നത് അയാളുടെ കൂടെയുള്ള സൈമണിന്റെയും സോമന്റെയും പേരിലാണ്. അങ്ങനെ അതിന്റെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിലേക്ക് പോയ ടൈമിൽ അവിടെ വെച്ച് പാപ്പനും പിള്ളേരും ഈ സൈമണെയും സോമനെയും കാണുകയാണ്. ആ സമയം അവിടേക്ക് ലാറയും വരുന്നുണ്ടായിരുന്നു. പാലം പൊളിക്കാനുള്ള അനുമതിയെല്ലാം സാത്താൻ സേവ്യറിന്റെ ആളുകൾ നേടിയെടുക്കുന്നത് ലാറ കാണുന്നുണ്ടായിരുന്നു. കഥ വീണ്ടും 1970 പോവുകയാണ്. പത്മനാഭ രാജാവ് കുറച്ച് സാധനങ്ങൾ പാലം പണിയാൻ വേണ്ടി വറീദിന് കൊടുക്കാമെന്ന് ഏറ്റിരുന്നല്ലോ. അതിന്റെ ഭാഗമായി രാജാവ് തന്റെ വിശ്വസ്തനായ കാര്യസ്ഥനെയും കൂട്ടി കൊട്ടാരത്തിന്റെ രഹസ്യ അറയിലേക്ക് പോകുന്നു. അതിന്റെ ഉള്ളിൽ ചെന്ന കാര്യസ്ഥൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. കൊട്ടാരം കടം കയറി മുടിഞ്ഞുവെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ അവിടെ പത്മനാഭ രാജാവിന്റെ കൈകളിൽ കുറെ രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാജാവ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ സ്വത്തുക്കളെക്കാളെല്ലാം വില കൂടിയൊരു സാധനം കൂടി ഇവിടെ ഉണ്ട്. അതായത് സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞ കാലഘട്ടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന സ്റ്റാർ ഡസ്റ്റ് ആയിരുന്നു ആ രാജാവിന്റെ കയ്യിലുണ്ടായിരുന്നത്. ഈ സാധനത്തിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് കൊള്ളക്കാരിയായ കസാൻഡ്രയും ആ നാട്ടിലേക്ക് വന്നത്. ആകാശത്തിനും അപ്പുറമുള്ള ഏതോ ഒരു ലോകത്തു നിന്ന് വന്ന ഒരു പ്രത്യേകതരം കല്ലാണിതെന്ന് രാജാവ് പറയുകയാണ്. പണ്ടുള്ള ആളുകൾ രാജാവിന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ കല്ലിന് എന്തോ പ്രത്യേക കഴിവുണ്ടെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രാജാവിന് അറിയില്ലായിരുന്നു ഈ കല്ലിന് കാലത്തെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന്. സ്റ്റാർ ഡസ്റ്റ് അഥവാ നക്ഷത്ര ധൂളി എന്നായിരുന്നു രാജാവ് ഈ കല്ലിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ രാജാവ് സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ സ്റ്റാർ ഡസ്റ്റ് അല്ലെങ്കിൽ ആ കല്ല് വേറെ ആരുടെയും കയ്യിൽ കിട്ടാൻ പാടില്ല എന്ന് രാജാവ് കാര്യസ്ഥനോട് പറയുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യുമ്പോൾ ആ കല്ലും കയ്യിൽ കരുതാമെന്നാണ് രാജാവ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ പോകുന്ന വഴിക്ക് അസംഖാനോ മറ്റാരെങ്കിലും അറ്റാക്ക് ചെയ്താൽ രാജാവും മരിക്കും, ആ കല്ലും നഷ്ടപ്പെടും. അതുകൊണ്ട് അത് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി മറ്റൊരു വഴി കണ്ടിട്ടുണ്ടെന്നും നീ പറയുന്ന പോലെ എല്ലാം ചെയ്താൽ മതിയെന്നും രാജാവ് കാര്യസ്ഥനോട് പറയുന്നു. ഈ സമയത്ത് വീണ്ടും ഫ്യൂച്ചറിലേക്ക് പോവുകയാണ്. അവിടെ ബാബ തന്റെ അടുത്തുള്ളവരോട് പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ സ്റ്റാർ ഡസ്റ്റ് അനങ്ങാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന്. ഒരുപാട് ടൈം ലൈനുകളിൽ വലിയ സംഭവങ്ങൾ, വലിയ മാറ്റങ്ങൾ നടക്കാൻ പോവുകയാണ്. അങ്ങനെ വീണ്ടും 1790 പോകുന്നു. പത്മനാഭ രാജാവ് ചെയ്യുന്നത് ആ സ്റ്റാർ ഡസ്റ്റ് ഒരു പെട്ടിക്കുള്ളിലാക്കി വറീദിന്റെ കയ്യിൽ കൊടുക്കാമെന്നാണ്. പൂജിച്ച തകിടാണെന്ന് പറഞ്ഞിട്ട് വറീദ് ആ പാലത്തിനുള്ളിൽ അത് നിക്ഷേപിക്കും. അങ്ങനെ സേഫ് ആയിട്ട് ആ കല്ല് ആ പാലത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. അത് ആർക്കും എടുക്കാനും പറ്റില്ല. അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് ആരും ചിന്തിക്കുക പോലുമില്ല. അങ്ങനെ വറീദ് അത് ജപിച്ച ചരടുകൾ അടങ്ങിയ പെട്ടിയാണെന്ന് പറഞ്ഞ് അത് ആ പാലത്തിനുള്ളിൽ നിക്ഷേപിക്കുകയും ചെയ്തു. അവസാനം ആ പാലമൊക്കെ ഒന്ന് കണ്ട് തന്റെ രാജ്യമെല്ലാം ഒന്നും കൂടി കണ്ട് തൃപ്തിപ്പെട്ടിട്ട് പലായനം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് രാജാവ്. കഥ വീണ്ടും ഇപ്പോഴത്തെ കാലത്തെ കാണിക്കുകയാണ്. പാലം പൊളിക്കാനുള്ള ടെൻഡറിന്റെ പേപ്പർ വാങ്ങി സൈമണും സോമനും വന്നപ്പോ അവിടെ വെച്ച് ഷാജിപ്പാപ്പനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഷാജിപ്പാപ്പനുമായിട്ട് വേറൊരു ഡീൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പാലം പൊളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കമ്പിയും മറ്റു സാധനങ്ങളും ഒക്കെ പാപ്പൻ എടുക്കാൻ പറ്റും. അങ്ങനെ അതിന്റെ സ്ക്രാപ്പുകളൊക്കെ ഒഴിവാക്കാനുള്ള ടെൻഡർ ഷാജിപ്പാപ്പനാണ് കിട്ടിയിരിക്കുന്നത്. 10,000 രൂപ കൊടുത്താൽ മതി എന്നും പറഞ്ഞ് ഒരു എഗ്രിമെന്റും ഒപ്പിട്ട് മേടിച്ചു. അതിനുശേഷം സൈമനും സോമനും സേവിയറിനോട് പോയി പറയുന്നുണ്ട് ആ പാലം പൊളിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുറെ അവശിഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ, അതൊക്കെ മാറ്റണമെങ്കിൽ ലക്ഷങ്ങളുടെ ചെലവ് വരും. അത് വെറും 10,000 രൂപയ്ക്ക് ഞങ്ങൾ ഡീൽ ആക്കിയിട്ടുണ്ട് എന്ന് സാത്താൻ സേവിയറിനോട് പറയുന്നു. പക്ഷെ പാപ്പനും പിള്ളേരും അവരെ പറ്റിച്ചിട്ട് 10,000 രൂപയ്ക്ക് ആ സാധനങ്ങളൊക്കെ അവിടുന്ന് അടിച്ചു മാറ്റാനുള്ള ലക്ഷ്യത്തോടെയാണ് ആ കോൺട്രാക്ട് ഒപ്പിട്ട് മേടിച്ചത്. ഇതറിഞ്ഞതും സേവിയറിന് നല്ല ദേഷ്യം വന്നു. സേവിയർ ആ പാലം പൊളിക്കാനുള്ള ടെൻഡർ പിടിച്ചത് തന്നെ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ആ നിധി എടുക്കാൻ വേണ്ടിയായിരുന്നു. പാലം പൊളിച്ച സാധനങ്ങളെല്ലാം പാപ്പൻ കൊണ്ടുപോവുകയാണെങ്കിൽ ആ നിധിയും കൊണ്ടുപോകൂലേ. അതുകൊണ്ട് പാപ്പനുമായിട്ട് ഈ സൈമനും സോമനും ഒപ്പുവെച്ച കരാർ എന്തായാലും മാറ്റി എഴുതണം. അതിനുവേണ്ടി സേവിയർ പാപ്പനെയും കൂട്ടരെയും കാണാൻ വേണ്ടി ചെല്ലുന്നു. 10,000 രൂപയ്ക്ക് നിങ്ങൾ ആക്രി സാധനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞതല്ലേ, ഞാൻ നിങ്ങൾക്കൊരു 20,000 രൂപ തരാം, അത് മാറ്റി എഴുതി തരാൻ പറയുന്നു. എന്നാൽ പാപ്പൻ അത് സമ്മതിക്കുന്നില്ല. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പേശി ലാസ്റ്റ് 25 ലക്ഷം തരാം, അത് മാറ്റി എഴുതി തരാൻ വേണ്ടി പറയുന്നു. എന്നാൽ പാപ്പൻ ഇപ്പോഴും തയ്യാറല്ല. സേവിയർ എന്താണ് ഇത്രയും വലിയ തുകയൊക്കെ ഓഫർ ചെയ്യുന്നതെന്ന് സൈമണും സോമനും ഒന്നും മനസ്സിലാകുന്നില്ല. ഒടുവിൽ സേവിയർ കാര്യം തുറന്നു പറയുന്നു, ആ പാലത്തിനുള്ളിൽ ഒരു നിധി ഉണ്ട് എന്ന്. അങ്ങനെ പാലത്തിന്റെ ഉള്ളിൽ നിധി ഉണ്ടെന്ന് കേട്ട സോമൻ വേഗം അവന്റെ മുതലാളിയായ ഡൂഡ്, അതായത് മറ്റൊരു മുതലാളിയായ ഡൂഡിന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ഒളിഞ്ഞിരിക്കുന്ന നിധിയെപ്പറ്റി ഡൂഡിനോട് പറയുന്നു. ഇത് കൂടാതെ സേവിയറും ഷാജിപ്പാപ്പനും ഒക്കെ ഈ നിധി എടുക്കാനുള്ള പരിപാടിയാണെന്നും ഡൂഡിനോട് പറയുകയാണ്. ഡ്യൂഡ് ഇപ്പോൾ ഉള്ളത് ഡൂഡ് ആദ്യം ബോംബിട്ട് നശിപ്പിച്ച ആ പഴയ ഹോട്ടൽ ഉടമയുടെ റിലേറ്റീവിന്റെ ഒരു കൊപ്രാക്കളത്തിലാണ്. പുള്ളി അവിടെ ഒരു കഴുതയുടെ കൂടെ കൊപ്രയൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹോട്ടൽ നശിപ്പിച്ച കാരണം അതിന്റെ നഷ്ടമല്ല നികത്താൻ വേണ്ടി ഡ്യൂഡിനെ അവിടെ പിടിച്ചു നിർത്തിയേക്കുകയാണ്. സോമൻ വന്ന് നിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഡ്യൂഡിന്റെ തലയിൽ ബൾബ് കത്തി. പുള്ളി നേരെ ചെന്ന് അപ്പോഴുള്ള മുതലാളിയുടെ കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് ദിവസത്തേക്ക് കുറച്ച് സഹായങ്ങളും ആയി തന്നെ വിട്ടയക്കുകയാണെങ്കിൽ കൈ നിറയെ പൈസയും നിധിയുമായിട്ട് വരാമെന്ന് ഡ്യൂഡ് പറയുന്നു. എന്നാൽ മുതലാളിയെ സംബന്ധിച്ച് ഡ്യൂഡ് മുതലാളിയുടെ അടിമയാണ്. അതുകൊണ്ട് അയാളെ പറ്റിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഷോക്ക് അടിക്കുന്ന ഒരു ഷോട്ട്സും ഡ്യൂഡിനെ നോക്കാൻ വേണ്ടി മറ്റൊരാളെയും കൂടെയാണ് അവന്റെ കൂടെ അയക്കുന്നത്. അയാളുടെ പേര് പുലിക്കേശി എന്നാണ്. ഡ്യൂഡ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചാൽ കയ്യിലുള്ള റിമോട്ട് വെച്ച് അയാൾ ഷോക്ക് അടിപ്പിക്കും. ഒരു കാരണവശാൽ അത് ഊരരുത് എന്ന് ഡൂഡിനോട് പറയുന്നുണ്ട്. കാരണം അത് ഊരിക്കഴിഞ്ഞാൽ ബോംബ് വെച്ചിട്ടുണ്ട്, പൊട്ടിത്തെറിക്കും. അങ്ങനെ എന്തായാലും ഡൂഡിന് മരണം ഉറപ്പായി. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാം എന്നായിരുന്നു ഡൂഡ് ആദ്യം വിചാരിച്ചത്. എന്നാൽ ഇപ്പൊ കെണിയിലേക്കാണ് പോകുന്നത്. എന്നാലും തൽക്കാലം അവിടുന്ന് മാറി നിൽക്കാൻ തന്നെ ഡൂഡ് തീരുമാനിച്ചു. അങ്ങനെ പാലത്തിനടിയിലെ നിധി തേടി ഡ്യൂഡും രംഗത്ത്
രംഗത്തിറങ്ങി. സേവ്യറും പാപ്പനും പിന്നെ ലാറയും എല്ലാം ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. കഥ വീണ്ടും പഴയ കാലത്തേക്ക് പോവുകയാണ്. അസംഖാനെ പേടിച്ച് നാട് വിട്ടു പോകാൻ വേണ്ടി തീരുമാനിച്ച വാൾട്ടർ ജോസഫിന്റെ അടുത്തേക്ക് ബ്രിട്ടീഷുകാരി കസാൻഡ്ര വരികയാണ്. പത്മനാഭ രാജാവിനെ കുറിച്ച് അന്വേഷിച്ചാണ് കസാൻഡ്രയുടെ വരവ്. ആദ്യം വാൾട്ടർ ഒന്നും പറഞ്ഞില്ലെങ്കിലും കസാൻഡ്രയുടെ കയ്യിൽ നിന്ന് നല്ലൊരു അടി കിട്ടിയപ്പോഴേക്കും രാജാവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വാൾട്ടർ തുറന്നു പറഞ്ഞു. അങ്ങനെ കസാൻഡ്ര രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയെങ്കിലും രാജാവിനെ അവിടെയെങ്ങും കണ്ടില്ല. കസാൻഡ്ര എല്ലാ നിലവറകളും പരിശോധിച്ചു. അവർ തേടി വന്ന സാധനം അവിടെ ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി. കൊട്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയ പത്മനാഭ രാജാവ് ഭാര്യയും കൂട്ടി ബാക്കിയുള്ളവരുമായി കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അവിടെ അസംഖാൻ അപ്പോഴേക്കും പത്മനാഭ രാജാവിന്റെ കൊട്ടാരം ലക്ഷ്യമാക്കി വന്നിട്ടുണ്ടായിരുന്നു. ആ പാലത്തിൽ വെച്ച് പാലം പണിത വറീദിനെയും കൂട്ടരെയും അസംഖാൻ കണ്ടുമുട്ടുന്നു. പാലം പണിത തനിക്ക് സമ്മാനം തരുമെന്ന് കരുതിയ വറീദിന് അസംഖാൻ കൊടുത്തത് അതിലും വലിയൊരു സമ്മാനമായിരുന്നു. അസംഖാൻ അയാളെ ആ പുഴയിലേക്ക് എറിഞ്ഞു. വറീദിന് നീന്താൻ പോലും അറിയത്തില്ലായിരുന്നു. എങ്കിലും അസംഖാൻ അത് ചെയ്തു. കാരണം അയാൾക്ക് ഇതൊക്കെ ഒരു വലിയ വിനോദമാണ്. അതിനുശേഷം നേരെ രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയ അസംഖാൻ അവിടെയെല്ലാം പരിശോധിച്ചു. അസംഖാനും രാജാവിന്റെ കയ്യിലുള്ള സ്റ്റാർഡസ്റ്റ് തേടി തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിധിയുമായി രാജാവ് രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കിയ അസംഖാൻ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് ചോദിച്ചു, രാജാവ് എങ്ങോട്ടാണ് പോയതെന്ന്. ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് സ്വർണ്ണ നാണയങ്ങൾ പാരിതോഷികമായി തരാമെന്നും അയാൾ പറഞ്ഞു. ഇതെല്ലാം കണ്ടപ്പോ കച്ചവടക്കാരനായ കേളു അയാൾ പറഞ്ഞു താൻ പറഞ്ഞു തരാമെന്ന്. എന്നാൽ അയാളിൽ നിന്ന് വിവരങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞ് അസംഖാൻ അയാൾക്ക് കൊടുത്തത് പാരിതോഷികമായിരുന്നില്ല, മറ്റൊരു ശിക്ഷയായിരുന്നു. മതം മാറി വന്ന അസംഖാന്റെ കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിച്ച സൈനികനായ തലവൻ കുറുപ്പിനും കൂട്ടർക്കും അസംഖാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കുറുപ്പ് നേരത്തെ പടത്തലവനായിരുന്നു എന്നുള്ള കാര്യം അസംഖാന് മനസ്സിലായി. അയാള് ദൂരദർശിനി വഴി കുറുപ്പിനെ നേരത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ പറ്റിക്കാൻ ശ്രമിച്ചതിന് അസംഖാൻ അവർക്ക് ചാട്ടവാറടി കൊടുക്കുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാജാവും കൂട്ടരും കാടിന് നടുവിലെത്തി. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പ്രാവ് പറന്ന് രാജാവിന്റെ അടുത്തേക്ക് വന്നു. അതൊരു ദൂതുമായി വന്നതായിരുന്നു. ആ ദൂതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, രാജാവ് ഏൽപ്പിച്ചത് ഞാൻ ചെയ്തു. കാടിന്റെ നടുവിലുള്ള കവാടമാണ് അടയാളം. അത് കിട്ടിയതിന് രാജാവ് ഭാര്യയോടും ബാക്കിയുള്ളവരോടുമായി പറഞ്ഞു, ഇനി ഞാൻ മുന്നോട്ട് തനിച്ചു പോവുകയാണ്. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾ ആരും എന്നെ കാത്തിരിക്കേണ്ട. ഞാൻ പറയുന്ന ദിശയിലേക്ക് തന്നെ പോയിക്കൊള്ളുക. അങ്ങനെ അവരെയെല്ലാം അവിടെ നിന്നും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പറഞ്ഞയച്ച ശേഷം രാജാവ് ആ കവാടം തേടി അവിടെ നിന്ന് പോവുകയാണ്. അസംഖാന്റെ കയ്യിൽ നിന്നും അടിയും കിട്ടി. അതിനുശേഷം കുറുപ്പും കൂട്ടരും വീണ്ടും രാജാവിനെ തേടി ഇറങ്ങിയേക്കുവാണ്. രാജാവിന്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ് എന്ന് അവർക്ക് വീണ്ടും തോന്നിക്കാണും. അങ്ങനെ പോകുന്ന വഴിക്ക് വാൾട്ടർ ജോസഫിനെ അവർ വീണ്ടും കാണുന്നുണ്ട്. രാജാവിന്റെ കയ്യിലുള്ള നിധി തേടിയാണ് അസംഖാൻ വരുന്നതെന്ന് കുറുപ്പും കൂട്ടരും വാൾട്ടർ ജോസഫിൽ നിന്നും അറിഞ്ഞു. കഥ അവിടെ നിന്നും മാറി വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. നാഗത്താൻ പാലം പൊളിയുന്ന ചടങ്ങുകൾ നടക്കുകയാണ്. പാലം പൊളിച്ച ഉടനെ അതിൽ നിന്ന് നിധിയെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് സാത്താൻ സേവ്യറും ഷാജിപ്പാപ്പനും ശശിയാശാനുമെല്ലാം. ആശാനെ സഹായിക്കാൻ സർബത്ത് ഷമീറും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പാലം പൊട്ടി വീണെന്ന് അവരെല്ലാം കാണുന്നത് മറ്റൊരു കാഴ്ചയാണ്. ഒരു ഹെലികോപ്റ്ററിൽ വന്ന് ആ നിധിയും തൂക്കിക്കൊണ്ടു പോകുന്ന ഡ്യൂഡിനെ. ഈ എൻട്രി തിയേറ്ററിൽ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഡ്യൂഡിന്റെ എൻട്രിയാണ്. അങ്ങനെ ഡ്യൂഡ് പെട്ടിയുമായിട്ട് ഹെലികോപ്റ്ററിൽ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവനിത് എവിടുന്ന് വന്നു എന്നായിരുന്നു പാപ്പനും സേവ്യറും ചിന്തിച്ചത്. സോമൻ പോയി പറഞ്ഞ അനുസരിച്ച് ഡ്യൂഡിന് നിധിയെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നു. എന്നാൽ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ശ്രമിച്ച ഡ്യൂഡിനെ ഷാജിപ്പാപ്പന്റെ ചേട്ടൻ ആ റോപ്പിൽ വെടിവെച്ച് താഴെ വീഴ്ത്തും. ഷാജിപ്പാപ്പൻ നേരത്തെ തന്നെ അയാളുടെ സഹോദരനെ അവിടെ ഏർപ്പാടാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് ഡ്യൂഡിന്റെ കയ്യിൽ നിന്ന് ആ പെട്ടി തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും ലാറ എന്ന് പറയുന്ന ആ വിദേശിയുണ്ടല്ലോ, അവള് മറ്റാളുകളെ വിട്ട് അവരുടെ ബോട്ടിനടിയിൽ ബോംബ് വെക്കും. അങ്ങനെ ബോംബ് വെട്ടി അവരെല്ലാം വെള്ളത്തിൽ വീഴും. അങ്ങനെ ആ സമയത്ത് ലാറയുടെ ആൾക്കാര് ആ പെട്ടിയും എടുത്ത് അവിടെ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഈ സമയത്ത് ഷമീറും കൂട്ടരും ലാറയെ തടയാൻ വേണ്ടി വരുന്നു. ലാറ ഷമീറിനെ അടിച്ചിട്ടു. ഇവര് തമ്മിൽ ഇങ്ങനെ ഫൈറ്റ് നടന്നുകൊണ്ടിരുന്ന സമയം നോക്കി സോമനും സൈമണും ചേർന്ന് ലാറയുടെ വണ്ടിയിൽ നിന്ന് നിധിയെടുത്ത് അവിടെ നിന്ന് സേവ്യറിന്റെ കൂടെ രക്ഷപ്പെട്ടു പോവുകയാണ്. പെട്ടി നഷ്ടമായെന്ന് മനസ്സിലാക്കിയ ലാറ സേവ്യറിനെ പിന്തുടരുന്നു. വെള്ളത്തിൽ നിന്നും കയറിയ ഡ്യൂഡും പാപ്പനും വീണ്ടും ഈ നിധിയുടെ പിന്നാലെ പോവുകയാണ്. ചോപ്പറിന്റെ ഡ്രൈവർ പറഞ്ഞ് ഡ്യൂഡും അതുപോലെ ഷാജിപ്പാപ്പന്റെ ചേട്ടൻ പറഞ്ഞ് ഷാജിപ്പാപ്പനും ആ പെട്ടിയുള്ളത് സാത്താൻ സേവ്യറിന്റെ കയ്യിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കും. അങ്ങനെയാണ് സേവ്യറിനെ പിന്തുടർന്ന് ഇവര് പോകുന്നത്. ലാറയും കൂടെയുള്ളവരും ചേർന്ന് സേവ്യറിനെ ചേസ് ചെയ്ത് പിടിക്കുന്നു. അയാളുടെ ജീപ്പ് അപകടത്തിലാക്കി അവരുടെ കയ്യിൽ നിന്ന് ആ പെട്ടി തട്ടിയെടുക്കുന്നു. എന്നാൽ ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിന്റെ അകത്ത് ഒന്നുമില്ല. സ്റ്റാർ ഡസ്റ്റും ഇല്ല, ആ പാലം പൊട്ടിയതിന്റെ ഡസ്റ്റും ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാജാവ് ആ മാന്ത്രിക കല്ല് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ പെട്ടിയിലല്ല, മറ്റെവിടെയോ ആണ്. ഇതിന്റെ ഉത്തരം ഈ സിനിമ തീരുന്നതോടെ നമുക്ക് മനസ്സിലാകും. വീണ്ടും പഴയ കാലത്തേക്ക് രാജാവ് നാട് വിട്ട് അയാളുടെ കൂടപ്പിറപ്പായ നാരായണൻ തമ്പുരാനെ കാണാൻ വരുന്നു. എന്നാൽ അവിടെ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി കൂടി ഉണ്ടായിരുന്നു. പത്മനാഭനെ കാത്ത് വാൾട്ടർ ജോസഫും അവിടെ ഉണ്ടായിരുന്നു. അസംഖാൻ രാജാവിന്റെ കയ്യിൽ നിധിയുണ്ടെന്ന് മനസ്സിലാക്കിയ വാൾട്ടർ ജോസഫിന് അതെങ്ങനെയും സ്വന്തമാക്കണം. തന്റെ കയ്യിലുള്ള നിധി കൊടുത്തില്ലെങ്കിൽ ചേട്ടനെ കൊല്ലുമെന്ന് വാൾട്ടർ ജോസഫ് ഭീഷണിപ്പെടുത്തി. നാരായണൻ തലയിലേക്ക് അയാൾ തോക്ക് ചൂണ്ടി. എന്നാൽ ആ സമയത്ത് അങ്ങോട്ട് കസാൻഡ്രയും കൂട്ടരും വരുന്നു. അവരും നിധി തേടി വന്നവരാണ്. പിന്നെ അവിടെ നടക്കുന്നത് ഒരു പൊരിഞ്ഞ യുദ്ധമാണ്. ഈ സമയം നാരായണൻ തമ്പുരാൻ പത്മനാഭനെ രക്ഷിക്കാൻ വേണ്ടി ഒരു തുരങ്കത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ആ തുരങ്കം അവസാനിക്കുന്നത് മറ്റൊരു നാട്ടുരാജ്യത്തേക്കാണ്. അവിടെ ഒരു കുതിര കാത്തു നിൽപ്പുണ്ടാകുമെന്നും അതിൽ കയറി തിരുവിതാംകൂർ
തിരുവിതാംകൂറിലെ മഹാരാജാവിന്റെ അടുത്തേക്ക് പോകാനും ജ്യേഷ്ഠൻ പറയുന്നു. അങ്ങനെ രാജാവ് തുരങ്കം വഴി രക്ഷപ്പെടുകയാണ്. ഇത് കണ്ട കസാൻഡ്രയും കൂട്ടരും ആ തുരങ്കത്തിലൂടെ രാജാവിനെ പിന്തുടരുന്നുണ്ട്. പോകുന്ന വഴിക്ക് രാജാവ് കുറുപ്പിനെയും കൂട്ടരെയും കാണുന്നു. കുറുപ്പും കൂട്ടരും രാജാവിനോട് മാപ്പൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇനി രാജാവിന്റെ കൂടെ തന്നെയാണ് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ രാജാവ് പറയുന്നു, നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മുടെ പിന്നാലെ അസം ഖാൻ മാത്രമല്ല, വാൾട്ടർ ജോസഫും ആ ബ്രിട്ടീഷുകാരിയും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ തോൽപ്പിക്കാൻ ആയുധങ്ങൾ വേണം. ഞാൻ തിരുവിതാംകൂർ മഹാരാജാവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്നും ആയുധങ്ങളൊക്കെ വാങ്ങി തിരികെ വരാം എന്നും പറഞ്ഞ് രാജാവ് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു അമ്പ് രാജാവിന് നേർക്ക് വരുന്നു. അസം ഖാന്റെ സൈന്യം അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. വീണ്ടും നമ്മൾ ഇപ്പോഴത്തെ കാലത്തേക്കാണ് വരുന്നത്. പെട്ടിയുടെ അവസ്ഥ നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷെ ഡ്യൂഡും പാപ്പനും ഇപ്പോഴും ആ പെട്ടി തേടി നടക്കുകയാണ്. അങ്ങനെ അവര് പോകുന്ന വഴിക്ക് സ്റ്റെല്ലയുടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. അങ്ങനെ അത് നോക്കിക്കൊണ്ട് വണ്ടി ഓടിച്ച പാപ്പൻ നേരെ പോയി ഇടിക്കുന്നത് ഡ്യൂഡിന്റെ വണ്ടിയിലേക്കാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇടിച്ചു വീണു. ഇവർ രണ്ടുപേരും ഇടിച്ചു വീണേക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ്. ഇത് കണ്ടൊരു പോലീസുകാരൻ കാര്യങ്ങളെല്ലാം ഷമീറിനെ വിളിച്ചു പറയുന്നു. ഒരാൾ മാത്രമുള്ളത് കൊണ്ട് അവർ രണ്ടുപേരെയും പിടിച്ചു നിർത്താൻ ഈ പോലീസുകാരന് കഴിയില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ അപ്പോൾ ഷമീറിനെ അറിയിക്കാൻ വേണ്ടി പോലീസുകാരനെ ഷമീർ ഏൽപ്പിക്കുന്നു. ഈ കാലത്തുള്ളതുപോലെ തന്നെ പഴയ കാലത്തും അസം ഖാനും രാജാവും തമ്മിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയം നേരെ ഫ്യൂച്ചറിലേക്ക് പോയിട്ട് ബാബയെ കാണിക്കുന്നു. ബാബ കൂടെയുള്ളവരോട് പറയുകയാണ് ടൈം ലൈൻ ക്രോസിംഗ് തുടങ്ങാൻ പോവുകയാണെന്ന്. പഴയ കാലത്തും ഇപ്പോഴത്തെ കാലത്തും അവർ തമ്മിൽ തല്ലാൻ വേണ്ടി ഓടി വരികയാണ്. രാജാവ് അസം ഖാന്റെ നേരെ ആ കവാടത്തിന്റെ അടുത്തേക്കാണ് ഓടി വരുന്നത്. രാജാവിന്റെ സൂചന അനുസരിച്ച് ആ കവാടമാണ് അടയാളം. ശരിക്കും രാജാവ് ആ അമൂല്യനിധി സ്റ്റാർ ഡസ്റ്റ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ കവാടത്തിനടിയിലാണ്. രാജാവും അസം ഖാനും ആ ആർച്ചിന്റെ നടുക്കിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഒരു ഹോൾ ഉണ്ടാകുന്നു. ഇതേ സമയം അതുപോലെ തന്നെ ഡ്യൂഡും പാപ്പനും അവിടെ തമ്മിൽ ഏറ്റുമുട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. ശരിക്കും ഡ്യൂഡും പാപ്പനും അസം ഖാനും എല്ലാം ക്രോസ് ചെയ്യുന്നത് ഒരേ കവാടത്തിലൂടെയാണ്. ആ പണ്ടുണ്ടായിരുന്ന കവാടത്തിന്റെ അവശേഷിപ്പുകൾ ആ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് ഇപ്പോഴും കാണാം. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം വ്യത്യസ്ത ടൈം ലൈനിലേക്ക് പോവുകയാണ്. കുറുപ്പും കൂട്ടരും നോക്കുമ്പോൾ രാജാവിനെ കാണാനില്ല, അസം ഖാനെയും കാണാനില്ല. രാജാവും അസം ഖാനെ എവിടെ പോയെന്ന് അവർക്ക് മനസ്സിലായില്ല. അതുപോലെ ഷാജിപ്പാപ്പന്റെ ആളുകൾക്കും ഡ്യൂഡിന്റെ ആളുകൾക്കും ഷാജിപ്പാപ്പനും ഡ്യൂഡും എവിടെ പോയെന്ന് മനസ്സിലാകുന്നില്ല. അവരെല്ലാം അപ്രത്യക്ഷരായി. അവർ രണ്ടുപേരെയും കാണാതായെന്ന് ഷമീറിനോട് പോലീസുകാരൻ വിളിച്ചു പറയുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ് ഷമീറും ചിന്തിക്കുന്നത്. ടൈം ട്രാവൽ ചെയ്ത് ഡ്യൂഡ് എത്തുന്നത് 90കളിലാണ്, 1790. ഡ്യൂഡ് അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറുമ്പോൾ, അതായത് ഒരു ഷാപ്പിൽ കയറുമ്പോൾ അവര് പഴയ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ആ ഷാപ്പിൽ നിന്ന് ഒരു പാത്രം മധുവും ഓർഡർ ചെയ്ത് ഡ്യൂഡ് നിൽക്കുകയാണ്. ഡ്യൂഡ് ആദ്യം സ്കോച്ചൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ അവർക്ക് മനസ്സിലാവണ്ടേ. അവസാനം മധു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോൾ അവിടെ വിഷമം പറഞ്ഞുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അടിച്ചു പൂസായി. അത് വേറെ ആരുമല്ല, വറീദാണ്. അസം ഖാൻ പാലത്ത് നിന്നും എറിഞ്ഞ വറീദിനെ ആരൊക്കെയോ ചേർന്ന് രക്ഷിച്ചിട്ടുണ്ട്. അസം ഖാനെ താൻ വെറുതെ വിടില്ല, അവനെ ഞാൻ കൊന്നുകളയും എന്നൊക്കെയാണ് വറീദ് പറയുന്നത്. ഈ ഡ്യൂഡ് ഇത് എന്തൊക്കെയാണ് സംഭവം എന്ന് മനസ്സിലാക്കാതെ ഈ കഥയെല്ലാം കേട്ടിരിക്കുകയാണ്. അങ്ങനെ എന്റെ കയ്യിലുള്ള സ്പാനർ വെച്ച് അവനെ അടിച്ചടിച്ചു കൊല്ലും എന്ന് പറഞ്ഞ് വറീദ് തിരിഞ്ഞു നോക്കുമ്പോൾ അസം ഖാന്റെ രൂപത്തിലുള്ള ഡ്യൂഡിനെ കണ്ടു. വറീദ് ആകെ പേടിച്ചുപോയി. അസം ഖാൻ കോട്ടക്കിയിട്ട് വേഷം മാറി വന്നാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടി. വറീദ് അസം ഖാൻ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടിയപ്പോ കൂടെ ആൾക്കാരും പേടിച്ചോടി. ഡ്യൂഡ് ചുറ്റും നോക്കി, എവിടെയാണ് അസം ഖാൻ? ഇവരെന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓടുന്നത്? ഡ്യൂഡിനൊന്നും മനസ്സിലായില്ല. ഷർബത്ത് ഷമീർ അല്ലേ ഇപ്പൊ ഓടിപ്പോയത്? അയാളെ കണ്ട് ശരിക്കും താനല്ലേ ഓടേണ്ടത്? അയാൾ എന്തിനായിരിക്കും ഓടിയത് എന്നൊക്കെ ചിന്തിച്ചു നിൽക്കുകയാണ് ഡ്യൂഡ്. കഥ വീണ്ടും ഫ്യൂച്ചറിലേക്ക്. ഇവിടെ നാടിന് സംഭാവനകൾ ചെയ്ത ആളുകളെ ആദരിക്കുന്ന ഒരു വലിയ ചടങ്ങ് നടക്കുകയാണ്. പാപ്പനെ അതിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പാപ്പൻ ഇതുവരെയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോഴേക്ക് പഴയ കാലത്ത് നിന്ന് രാജാവ് ഫ്യൂച്ചറിലേക്ക് ആ ബാനറും പൊളിച്ചോണ്ട് വന്നു. അയാൾ ഇപ്പൊ എത്തിയിരിക്കുന്നത് ഈ ചടങ്ങിലേക്കാണ്. താൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് രാജാവ് ആലോചിക്കുന്നു. ചുറ്റും നോക്കുമ്പോൾ പല രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കുറെ ആളുകൾ നിൽക്കുന്നു. അവരെല്ലാരും വിചാരിക്കുന്നത് ഷാജിപ്പാപ്പനാണെന്നാണ്. കാരണം രാജാവിന്റെ മുഖം അതേപോലെ തന്നെ ഇരിക്കുകയാണല്ലോ. എന്നാലും പാപ്പൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇത്രയും താടി വളർത്തി എന്നാണ് അതിലൊരാൾ ചോദിക്കുന്നത്. ഒരുപക്ഷെ പുള്ളി വെറുതെ തമാശയ്ക്ക് വേണ്ടി വേഷം കെട്ടി വന്നതാണെന്നും അവര് പറയുന്നു. നീ കണ്ട കള്ളെല്ലാം വലിച്ചു കയറ്റിയിട്ട് കോലവും കെട്ടി വന്നിരിക്കുവാണോ എന്നും ചോദിച്ച് അമ്മ ചെന്ന് രാജാവിനൊന്ന് പൊട്ടിക്കും. നിങ്ങൾ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്? ഞാൻ രാജാവാണ് എന്നൊക്കെ പത്മനാഭൻ രാജാവ് പറയുന്നുണ്ട്. എന്റെ നടുവിനും വയ്യാത്തതാണ് എന്നും അയാൾ കരയുന്നുണ്ട്. പക്ഷെ ആൾക്കാർ ഇതൊന്നും കേൾക്കുന്നില്ല. നടുവിന് വയ്യാത്തല്ലേ, അതൊക്കെ എല്ലാവർക്കും അറിയാമെന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ രാജാവിനെയും തൂക്കിയെടുത്തുകൊണ്ട് അവര് പോവുകയാണ്. വീണ്ടും ഫ്യൂച്ചറിലേക്ക് പോയാൽ ബാബ തന്റെ ആളുകളോട് പറയുകയാണ് എല്ലാ കാലഘട്ടത്തിലും യുദ്ധം വരാൻ പോവുകയാണ് എന്ന്. അവസാനം കാണിക്കുന്നത് അസം ഖാന്റെ സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യുന്നതാണ്. പാപ്പന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം യുദ്ധകളത്തിൽ പരിക്കേറ്റ് താഴെ വീണ് കിടക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഈ സിനിമയുടെ അവസാന ഭാഗമായ ചാപ്റ്റർ 2 വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ വലിയൊരു യുദ്ധം തുടങ്ങാൻ പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത്. കഥ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. ആരും കമന്റ് ചെയ്യുന്നില്ല, ആരും കാണുന്നില്ല, അത് വേറൊരു സത്യം. കാണുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കഥയായിട്ട് ഞാൻ വീണ്ടും വരാം.